സത്യചരിത്രം വീണ്ടെടുത്ത് രാജചരിത്രം തിരുത്താതെ നിലനിർത്തണമെന്ന് കവി പി.എൻ. ഗോപികൃഷ്ണൻ. വിദ്യാലയങ്ങളിലെ പൂർവ്വ കൂട്ടായ്മകളുടെ പുനർസംഗമങ്ങളിലൂടെ നാടിന്റെ സത്യചരിത്രം പുഷ്ടിപ്പെടുന്നുണ്ടെന്നും അങ്ങനെ ജനതയുടെ സത്യവും നാടിന്റെ പ്രാദേശിക ചരിത്രവും രാജചരിത്രമായി നിലനിർത്തപ്പെടണമെന്നും കവി പി.എൻ. ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ജനതയെ വിഭജിക്കുന്ന അപരനിർമ്മിതിക്ക് കേരളം ഇട നൽകാത്തതിന്റെ കാരണം മലയാള മനസ്സിന്റെ ഐക്യപ്പെടാനുള്ള തൃഷ്ണയാണെന്നും ഗോപികൃഷ്ണൻ പറഞ്ഞു. പനങ്ങാട് ഹൈസ്കൂളിലെ 1974-80, 1975-81 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ രണ്ടാം പുളിമരത്തണൽ സംഗമത്തിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു ഓടക്കുഴൽ അവാർഡ് 2023 ജേതാവ് കൂടിയായ ഗോപികൃഷ്ണൻ. സ്മരണിക 2003 പ്രകാശനവും ഗോപികൃഷ്ണൻ നിർവഹിച്ചു. പനങ്ങാട് ഹൈസ്കൂളിലെ കവിതാരചന മത്സരങ്ങളിൽ പങ്കെടുത്താണ് ഗോപികൃഷ്ണൻ കവിയായി ശ്രദ്ധേയനായത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് കൊടുങ്ങല്ലൂർ കളരി പോലെ പനങ്ങാട് ഹൈസ്കൂളാണ് ഗോപികൃഷ്ണന്റെ ആദ്യകാല രചനകൾക്ക് കളരിയായത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന പുളിമരത്തണൽ പ്രസിഡന്റ് ഇസാ ബിൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്കതിന്റെ പൂർണ്ണതയിലെത്തും. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ പനങ്ങാട് ഹൈസ്കൂൾ പോലെ നമ്മളുടെയൊക്കെ കാലത്ത് 1500-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സ്കൂളിലെ മുഴുവൻ പേരും, അതിൽ തന്നെ നമ്മുടെ സീനിയർമാരായ പലരും, നമ്മുടെ ഒപ്പമുള്ള പലരും ഒക്കെ വിട്ടുപോയ ഒരു കാലത്ത് നമുക്കതിന് സാധ്യമല്ല. എത്ര അടുത്തുള്ളവരായാൽ പോലും സാധ്യമല്ല. എങ്കിലും പറ്റാവുന്നത്ര ചേർത്തു നിർത്തലിനെ നാം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ നിലയിൽ 2 ബാച്ചുകളുടേതായിട്ടാണ് ഈ സംഘാടന ഇവിടെ നടന്നത്. സത്യത്തിൽ നമ്മുടെ ഓർമ്മകൾ വരുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പോൾ ഒരു 10-20 കൊല്ലമൊക്കെ ആയി കാണും. അതിനു മുമ്പ് വളരെ ചുരുക്കം പേരാണ് പരസ്പരം ഇടപഴകിയിരുന്നത്. മുൻ ഹെഡ് മാസ്റ്റർ കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അഭിനയിക്കാൻ എനിക്ക് സാഹചര്യമില്ല, എങ്കിലും എൻ്റെ തറവാട്ടിലുള്ള 1-2 അധ്യാപകർ, എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 3 വയസ്സിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയതാണ്. പിന്നെ തറവാട്ടിലെ പല അധ്യാപകരും 6ാം ഹൈസ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ, ഞാൻ ക്ലാസ്സിൽ വരുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാസ് തന്നെ എടുത്തിരുന്നു. കുട്ടികളോട് അങ്ങനെ അധികം അടുക്കാനോ എന്നാൽ അകലാനോ ഒന്നും പാടില്ല. അവരൊക്കെ അന്ന് ക്ലാസ്സിലെ കുട്ടികളെ വർപ്പിച്ചിരുന്ന ആൾക്കാരാണ്, ഈ പറഞ്ഞിരുന്ന ആൾക്കാർ. അപ്പം അതുകൊണ്ട് അവരുടെ പാത പിന്തുടർന്ന് ഞാൻ ശ്രമിച്ചു. ആ ശ്രമത്തിൽ ഞാൻ വളരെ വിജയിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാം. അതാണ് ഇപ്പോൾ കാണുന്ന സമയത്ത് ഇപ്പോഴും കുട്ടികളെ ഭയപ്പെടുകയാണ്. ഗോപികൃഷ്ണന്റെ മലയാളം അധ്യാപിക പി. ഭാഗ്യം ടീച്ചർ ഗോപികൃഷ്ണനെ ആദരിച്ചു. രാജി കോട്ടായി അക്ഷരാധര പത്രം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ ലോലിത പ്രേമൻ, ഹെഡ്മിസ്ട്രസ് രേഖ കണ്ണൻ, എ രാംലാൽ, കെ വി രാമചന്ദ്രൻ, പി ആർ പ്രസാദിനി, എൻ അനുരാധ എന്നിവർ സംസാരിച്ചു.